ഇറാനിൽ പ്രക്ഷോഭത്തിന്റെ മറവിൽ ആയിരങ്ങളെ കൊന്നൊടുക്കിയതിന്റെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാംനഈ. ഡൊണാൾഡ് ട്രംപ് ഏറ്റവും വലിയ ക്രിമിനലാണെന്നും ഖാംനഈ. പ്രക്ഷോഭം ദുർബലമായെങ്കിലും ഇന്റർനെറ്റ് സൗകര്യം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. 3000-ലേറെ പേരെയാണ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. നാസർ, ഇറാനിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്, പക്ഷേ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ട്രംപിനെതിരെ ശക്തമായ നിലപാടാണ് അയത്തുള്ള അലി ഖാംനഈ സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിലെ സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാണ്? അനീഷ, വലിയ തോതിലുള്ള പ്രതികരണവും തുടർ പ്രതികരണവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖാംനഈ നടത്തിയിരിക്കുന്നത്. കാരണം ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന് പരമോന്നത ആത്മീയ നേതാവ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരെ കൊലപ്പെടുത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനും അമേരിക്കക്കുമാണ്. അവർ ഇളക്കിവിട്ട ക്രിമിനലുകളാണ് ഇത്തരമൊരു കൂട്ടക്കുരുതിക്ക് അവസരമൊരുക്കിയത്. അതുകൊണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ക്രിമിനലാണ് ട്രംപ്. ആ ട്രംപുമായിട്ട് ഒരു ഒത്തുതീർപ്പുമില്ല എന്ന അർത്ഥത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പരമോന്നത ആത്മീയ നേതാവ് തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അനുരഞ്ജന സാധ്യതയെ പോലും അടയ്ക്കുന്ന വിധത്തിലുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായി. ഇപ്പോൾ അല്പം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം പൊളിറ്റിക്കോക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ ശക്തമായ പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. കാരണം രാജ്യത്തെ കൂടുതൽ ക്രമത്തിൽ മുന്നോട്ട് നയിക്കുകയാണ് ഇറാൻ ചെയ്യേണ്ടത്. പക്ഷെ അതിനു പകരം ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു സമീപനമാണുള്ളത്. തന്റെ ഭരണകൂടം ഇറാൻ മാതൃകയാക്കണം. കാരണം ഒരാളെ പോലും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ ഈ രാജ്യത്തെ അമേരിക്കയെ മുന്നോട്ട് നയിക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃകയാക്കുകയാണ് ഇറാനിലെ ഈ മതാത്മക ഭരണകൂടം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തുടർന്നിരുന്ന പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഭരണകൂടം ഇനിയും കൈക്കൊണ്ടിട്ടില്ല. അതേസമയം സുരക്ഷാ നടപടികൾ വലിയ തോതിൽ തന്നെ ഇറാനിയൻ നഗരങ്ങളിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് തിരിച്ചു വന്നതായിട്ടും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്ന സൂചനയാണ് ഇറാൻ ഭരണകൂടം ഇന്ന് നൽകിയിരിക്കുന്നത്. അനീഷ. നാസർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ ട്രംപ് പ്രതികരിച്ചിരുന്നത് മറ്റാരും ഇടപെട്ടത് കൊണ്ടല്ല, തന്റെ ഇഷ്ടപ്രകാരമാണ് ഇറാൻ ആക്രമിക്കാനുള്ള പദ്ധതി അത് ഉപേക്ഷിച്ചത് എന്ന്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം വരുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകൾ വരുന്നത്, കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. സാഹചര്യം കൂടുതൽ സംഘർഷത്തിലേക്ക് കടക്കുകയാണ് എന്നാണോ US നടപടിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? അനീഷ, ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കാരണം സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ഈ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയത്. ഏതെങ്കിലും രാജ്യമോ വ്യക്തികളോ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് താൻ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടൊരു തീരുമാനമെടുത്തത്. അതിൽ തനിക്ക് ഏറ്റവും ഗുണകരമായി തോന്നിയത് ഈ കൂട്ടക്കുരുതി നടത്തുന്നത്, പ്രത്യേകിച്ച് ആളുകളെ തൂക്കിലേറ്റാനുള്ള നടപടിയിൽ നിന്ന് ഇറാൻ ഭരണകൂടം പിൻവാങ്ങി. അത് നല്ലൊരു തീരുമാനമായി താൻ കാണുകയായിരുന്നു. അങ്ങനെ 800 പേരെങ്കിലും വധശിക്ഷയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്ര പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ഇറാനിയൻ ഭരണകൂടം ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പോലും നടത്തിയിട്ടില്ല. പക്ഷേ 800-ലധികം പേർ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ ക്രെഡിറ്റ് തനിക്കുണ്ട് എന്ന അർത്ഥത്തിലാണ് ട്രംപ് ഇന്നലെ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിലേക്കുള്ള യുദ്ധസന്നാഹങ്ങൾ കുറെ കൂടി വിപുലപ്പെടുത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇറാനെതിരായിട്ടുള്ള ഒരു ആക്രമണം, ഒരു ആസന്നമായിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണ പദ്ധതി ഉണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തു നിന്നോ പെന്റഗൺ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടുമില്ല. അനീഷ. നാസർ, ഒരു കാര്യം കൂടി, അതായത് US മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം, അല്ലെങ്കിൽ അവരുടെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആക്രമണ പദ്ധതി ഉപേക്ഷിച്ചത് എന്നാണ്. അത് US മാധ്യമങ്ങൾ തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ പ്രസ്താവന എത്ര കണ്ട് വിശ്വസനീയമാണ്?
തീർച്ചയായിട്ടും 3 ഗൾഫ് രാജ്യങ്ങൾ ഖത്തർ, സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ ഖത്തറും സൗദി അറേബ്യയും ഒമാനും, ഈ 3 രാജ്യങ്ങളാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു നയതന്ത്ര ദൗത്യം ഇക്കാര്യത്തിൽ നടത്തിയത്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പക്ഷെ അതിന്റെ തുടർ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളായിരിക്കും. അത് ഇവിടുത്തെ പൊതുവായിട്ടുള്ള സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. കാരണം ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് ഏറ്റവും നല്ലൊരു ബന്ധം രൂപപ്പെട്ട് ഇതേ സമയത്ത് ഒരു ആക്രമണത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നത് ഗൾഫിലെ വിദേശികൾ ഉൾപ്പെടെയുള്ള ജനലക്ഷങ്ങളെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക നിക്ഷേപ മാർഗങ്ങളെയും ഇത് തുരങ്കം വെക്കും എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ 3 ഗൾഫ് രാജ്യങ്ങളും നൽകിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളും സമാനമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് അമേരിക്കയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ തുർക്കി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. ഇസ്രായേൽ നിലപാടെടുത്തത് പൊടുന്നനെയുള്ള ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി വന്നാൽ അത് താങ്ങാൻ നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സാവകാശം വേണ്ടതുണ്ട്, പൊടുന്നനെയുള്ള ഒരു ആക്രമണം വേണ്ട എന്ന് ഇസ്രായേലും നിർദ്ദേശിച്ചു എന്നാണ് അമേരിക്കൻ ഔദ്യോഗിക ഉദ്യോഗസ്ഥരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഔദ്യോഗിക അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തൽക്കാലം ഒരു ആക്രമണം നടത്തുന്ന ആ പദ്ധതി ഉപേക്ഷിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതായാലും ഇറാനിൽ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്, പക്ഷേ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒപ്പം ആയത്തുള്ള അലി ഖാംനയി ട്രംപിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. അതിനിടെയാണ് കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.